ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും മാസ്ക് ധരിച്ചും അകലം പാലിച്ചൊക്കെ സേഫായിട്ടിരിക്കണം. എല്ലായിടത്തും കൊറോണ കേസൊക്കെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/3 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അങ്ങ് പൊടിച്ചു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓട്സ് റോൾഡ് ഓട്സാണ്. അപ്പോൾ നിങ്ങൾ ഓട്സ് എടുക്കുമ്പോൾ അങ്ങനത്തെ ഓട്സ് എടുക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മുട്ട വെള്ള, അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ, നമ്മൾ മഞ്ഞ കളഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് 2 പേർക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. 2 പേർക്ക് 2 മുട്ടയും 1/3 കപ്പ് ഓട്സും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഇടണം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും തക്കാളിയും സവാളയും ക്യാപ്സിക്കും പിന്നെ മല്ലിയിലയും ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ. ഒരു അര സവാള, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം, പകുതി ക്യാരറ്റ്, അതേപോലെ ഒരു തക്കാളിയുടെ അത് കുഞ്ഞു തക്കാളിയായിരുന്നു, തീരെ കുഞ്ഞു തക്കാളിയായിരുന്നു. അപ്പോൾ അത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ആ ചോപ്പറിലാണ് കേട്ടോ എല്ലാം അരിഞ്ഞെടുത്തത്. അതാണ് എനിക്ക് എളുപ്പം. നിങ്ങൾക്കിങ്ങനെ ചെറുതായിട്ട് അരിയാനറിയാമെങ്കിൽ അങ്ങനെ അരിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ. അപ്പം ഞാനത് ഒരുമിച്ച് തന്നെ ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെയാണ് ഓംലെറ്റ് ആക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് അങ്ങ് ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളങ്ങ് മുറിച്ച് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ടാണ് എനിക്ക് ഒരു തുള്ളി ഓയിൽ പോലും ഉപയോഗിക്കാതെ തന്നെ ഈ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അങ്ങനത്തെ പാത്രം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഓട്സ് ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഓട്സിൻ്റെ രുചി മാത്രമാകുമ്പോൾ നമുക്ക് ഒരു മടുപ്പും തോന്നത്തില്ല. നമ്മുടെ മുട്ടവെള്ളയും ചെല്ലും ഉള്ളിൽ, പിന്നെ കുറേ പച്ചക്കറിയും ചെല്ലും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഡയറ്റൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് ഇതുവരെ കൺട്രോൾ ചെയ്ത് തന്നെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. വെയിറ്റൊക്കെ ഗ്രാജുവലി കുറയുന്നുണ്ട്. അപ്പോൾ ഇനി ഉച്ചത്തെ അല്ല കേട്ടോ ഈ പ്രിപ്പറേഷൻ, ഇത് വൈകുന്നേരത്തേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ചിക്കൻ അങ്ങ് വരഞ്ഞൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് അതിലേക്ക് ആ ഒരു മാരിനേഷനൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രത്യേക തരം കൂട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈരാണ് കേട്ടോ, അതും പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു പിഞ്ചെന്ന് പറയാൻ വേണമെങ്കിൽ അത്രയും ഗരം മസാല. അത് മാത്രമാണ് നമ്മൾ ആകെ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു മസാല എന്ന് പറയുന്നത് വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഓയിലോ വേറെ സ്പൈസി ആയിട്ടുള്ള മസാലകളൊന്നും ചേർക്കാതെ ഒരു സ്പെഷ്യൽ കൂട്ടാണ് നമ്മൾ ഈ ഗ്രിൽഡ് ചിക്കന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ മിക്സിയിലിട്ട് അടിച്ചു. ഇതാ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചിക്കൻ്റെ തൊലി കളയാതെ തന്നെയാണ് കേട്ടോ ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളിത് ഗ്രില്ല് ചെയ്യുന്നതല്ലേ, അപ്പോൾ ആ തൊലിയൊക്കെ അങ്ങ് കരിഞ്ഞു പൊക്കോളും. അതുകൊണ്ട് ചിക്കൻ്റെ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് നമ്മുടെ ചിക്കനിൽ മുഴുവൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിത് വൈകുന്നേരം കഴിക്കാനുള്ളതായതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പേ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിച്ച് വന്നിട്ട് വൈകിട്ടാണ് കേട്ടോ ഇത് ഗ്രില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ മാരിനേഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ലഞ്ചിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ലഞ്ചും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ക്യാപ്സിക്കും തക്കാളിയും കുക്കുംബറും ക്യാരറ്റും ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഞാൻ കീൻവ 1/4 കപ്പ് വേവിച്ചത്, ഇതെല്ലാം വേവിച്ചതാണേ. പിന്നെ 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ട് അതും വേവിച്ചതാണ്. വേവിച്ച് കഴിഞ്ഞപ്പോൾ 1/4 കപ്പിൽ കൂടുതലുണ്ട് കേട്ടോ, പക്ഷേ വേവിക്കാൻ എടുത്തത് 1/4 കപ്പാണ്. പിന്നെ രാജ്മ, നമ്മുടെ കിഡ്നി ബീൻസും 1/4 കപ്പ്, അത് 1/4 കപ്പ് എടുത്തിട്ട് അതും വേവിച്ചതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കീൻവ ദാൽ റെസിപ്പി ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി കീൻവ എന്ന്. ഇതൊരു ധാന്യമാണ്. അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ചാമ എന്നാണ് കേട്ടോ കണ്ടത്. നമ്മുടെ നാട്ടിലെ ചാമ തന്നെയാണോ ഈ കീൻവ എന്ന് എനിക്കറിയത്തില്ല. നെറ്റിൽ കണ്ടതാണ്. ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ.
അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാം സൂപ്പർ മാർക്കറ്റിൽ കീൻവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം കിട്ടും കേട്ടോ. പക്ഷേ അതിൻ്റെ സ്പെല്ലിംഗ് ഈ എഴുതി കാണിച്ചിരിക്കുന്നതാണ്, പ്രൊനൗൺസ് ചെയ്യുന്നതാണ് കീൻവ എന്ന്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊന്നും കുക്ക് ചെയ്തല്ല കേട്ടോ, നമ്മൾ വെറുതെ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കണ്ടോ നല്ല റിച്ച് സാലഡായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം, അതേപോലെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, നമ്മുടെ ക്യുമിൻ പൗഡറാണ്, വറുത്ത് വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ പൊടിയാണ്. അത് ചേർക്കുമ്പോൾ നമ്മുടെ സാലഡിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് ഈ പയറും പരിപ്പും പിന്നെ ഈ പച്ചക്കറികൾ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു ക്യുമിൻ പൗഡർ ചേർക്കുമ്പോൾ ഈ സാലഡിന് നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ചെറിയൊരു പുളിയും കൂടി ആയല്ലോ. പിന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക് നമ്മൾ സാലഡിൽ കുറച്ച് ഗുഡ് ഫാറ്റ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനൊരു 3-4 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അതും കൂടെ ഒന്ന് ഞെരടി പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ, ഒരു 3-4 മതി. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ, നമ്മൾ ആകെ 2 ചെറിയ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കുരുമുളക് പൊടി ആകുമ്പോൾ എരിവ് അത്ര വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർക്കാം. അപ്പോൾ ഈ സാലഡ് ഹൈ റിച്ച് പ്രോട്ടീനും ഫൈബറും എല്ലാം ആയിട്ടുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സാലഡ് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം കേട്ടോ. നമുക്ക് വയറൊക്കെ നിറഞ്ഞ ഫീല് വരികയും ചെയ്യും, എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിനി എൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ വേണ്ടിയിട്ടുള്ള സാലഡാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡയറ്റിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ ചോദിക്കുന്നവരായിരുന്നു ചേട്ടൻ എന്ത് ഫുഡാണ് കൊടുക്കുകയെന്ന്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് ഡയറ്റ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഫുഡൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 2 പേരും ഒരേ ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. ഈ ചേട്ടൻ അങ്ങനെ നിർബന്ധങ്ങളോ അങ്ങനെ ഇതൊന്നുമില്ല, ഏത് ഫുഡാണെങ്കിലും കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ ഈ സാലഡൊക്കെ ആണെങ്കിലും ഈ ചേട്ടന് പൊതുവേ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇച്ചാനും ഈ സാലഡ് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലഞ്ചും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കനാണ് ഇനി ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, കാരണം നമ്മൾ ഇത്രയും നേരം വെച്ചതല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം. ഞാൻ എപ്പോഴും ഗ്രില്ല് ചെയ്യാൻ നേരത്തെ താഴത്തെ റാക്കിൽ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ വയ്ക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ട്രേ വൃത്തിയാക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കിലേ വലിപ്പം കുറവാണ്, അപ്പോൾ നമ്മൾ ഈ ട്രേ എടുത്ത് തേച്ചുരുമി കഴുകാൻ പാടാം. അപ്പോൾ ഈ ഒരു അലുമിനിയം ഫോയിൽ അതിൻ്റെ ഉള്ളിൽ ഇടുവാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ചിക്കൻ വെച്ചു. അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. അതിൻ്റെ അകത്ത് ചിക്കൻ വെച്ചതിന് ശേഷം 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പുറത്തെ വശം മറിച്ചിട്ട് കേട്ടോ. അപ്പോഴേക്കും ഒരു വശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, മേലിലുള്ള തൊലിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് തിരിച്ചിടാം. അപ്പോൾ ചിക്കൻ തിരിച്ചിട്ട ശേഷം വീണ്ടും ഞാനൊരു 20 മിനിറ്റ് നേരം കൂടെ ഓവനിൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗ്രിൽ മോഡിൽ ഒരു 10 മിനിറ്റ് കൂടെ, അങ്ങനെ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് ചിക്കൻ ഗ്രില്ല് ചെയ്ത് കിട്ടുകയാണ് കേട്ടോ ചെയ്തത്. ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഇട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഭയങ്കര ഹാർഡായി പോകും ചിക്കൻ. ശരിക്കും ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ആ ചിക്കൻ പീസൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരുന്നാലേ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നിങ്ങൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള നമ്മുടെ അൽഫാമിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കുന്ന പോലത്തെ ഗ്രിൽഡ് ചിക്കനാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ നമ്മൾ ആ വീഡിയോയും ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് മേളിൽ കാണുന്നു, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും അപ്പോൾ ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒപ്പം കഴിക്കുന്നത് ബ്രെഡാണ് കേട്ടോ. പക്ഷെ നമ്മുടെ സാധാ വൈറ്റ് ബ്രെഡല്ല. ഈ ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ നിറയെ ധാന്യങ്ങളുണ്ട്, ഇങ്ങനെ ഫ്ലാക്സ് സീഡ്, എള്ള്, അങ്ങനെ ഒരുപാട് ധാന്യങ്ങളും പിന്നെ ഗോതമ്പ് ബ്രെഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡയറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വൈറ്റ് ബ്രെഡിന് പകരം നമ്മുടെ വീറ്റ് ബ്രെഡ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. നമ്മുടെ ചിക്കനൊക്കെ ആണ് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കാര്യം പച്ച മാരിനേഷനാണ് ചെയ്തെങ്കിലും ഗ്രില്ല് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ സാധാ ഗ്രിൽഡ് ചിക്കൻ്റെ കളറൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പയ്യെ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ.
ഇപ്പൊ പുറത്തേക്ക് കണ്ടോ, ഇവിടെയൊക്കെ സമയം ഇപ്പൊ എത്രയായി, 7 മണി കഴിഞ്ഞു, 7:30 ആവാറായി. പക്ഷെ ഇതുവരെ ഇരുട്ടിയിട്ടൊന്നുമില്ല. ഒരു 8:30 9 ആവും ഇരുട്ടണമെങ്കിൽ. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ, നടക്കാൻ പോവാന്ന് കരുതി. നമ്മളിത് വർക്കൗട്ടിന്റെ ഭാഗമായിട്ട് നടക്കാൻ പോകണമെന്നല്ല കേട്ടോ, ജസ്റ്റ് വെറുതെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്, ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതിലപ്പുറം കാണാൻ അടിപൊളി സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ബാക്കി സ്ഥലത്തിന്റെ വിശേഷങ്ങളും അടുത്ത കാഴ്ചയിലൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ ആ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാ എന്റെ പുറകെ കാണുന്ന ഇവിടെ. ശരിക്കും നമ്മൾ അതിന്റെ ആ ഒരു മെയിൻ അട്രാക്ഷനിലേക്ക് എത്തിയിട്ടില്ല. സ്ഥലത്തിന്റെ പേര് നവേലി എന്നാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മിലാനിൽ ഒരു വെനീസിന്റെ ഒരു മിനിയേച്ചർ, അല്ലെങ്കിൽ ഒരു ആംസ്റ്റർഡാമിലൊക്കെ ഒരു മിനിയേച്ചർ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു കനാലാണ് ഇവിടെ ഉള്ളത്. ഈ കനാലിന് 1200കളിൽ പണിത ഒരു കനാലാണ്. അതിപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷെ അതിലൂടെ ഇപ്പൊ യാത്രകളൊന്നുമില്ല. പക്ഷെ ആ കനാൽ ഇപ്പോഴും, അതിലൂടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പൊ ആ കനാലിന്റെ ഇരുവശത്തും ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വരുന്നവരാണ് ഇവിടെ വരുന്ന ഒരു ഭൂരിഭാഗം പേരും. നിങ്ങൾക്കിപ്പോൾ എൻ്റെ പിന്നിൽ കാണാതിരിക്കും, അവിടെ പുറകിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ എല്ലാം നിറയെ ആളുകൾ ഫുഡ് കഴിക്കാനും പിന്നെ പാർട്ടി നടത്താനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിന് പുറത്തിരുന്ന് കഴിക്കുക, അതായത് ഓപ്പൺ സ്പേസിലിരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ കനാൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരാന്നറിയോ? നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചിയാണ് ഈ കനാൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകതരം ലോക്കൊക്കെയാണ് ഇതിലൂടെ വെള്ളം പോകാനും വരാനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി ആ കനാലിന് ചുറ്റുമുള്ള കാഴ്ചകൾ ഞാൻ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് അത് കാണുന്നതല്ലേ. നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾ മെട്രോയിലാണ് കേട്ടോ വന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5-8 സ്റ്റോപ്പുള്ളൂ ഇങ്ങോട്ടേക്ക്, അത്രയ്ക്ക് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിതുവരെ കനാലിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാണാൻ സാധിക്കും. പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മെനു കാർഡ് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ മെനു കാർഡുകൾ കൊടുക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടച്ച് മെനു പുറത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ടേബിളുകളിൽ ഒരു QR കോഡ് ഉണ്ടാവും. അത് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്ന് അതിൻ്റെ അകത്തുനിന്ന് ലിസ്റ്റ് നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഒരുപാട് പേര് മെനു കാർഡൊക്കെ യൂസ് ചെയ്യുന്നില്ല, അത് റിസ്ക് അല്ലേ. പിന്നെ അത് എപ്പോഴും സാനിറ്റൈസ് ചെയ്യുന്നതും അത്ര പ്രായോഗികമല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കനാലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ മുൻപ് പലതവണ നവേലിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഇവർ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റിയുടെ പേര് കയാക്കിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തന്നെ. എന്തായാലും നല്ല അധ്വാനമുള്ളൊരു പണിയാണ് ഇവർ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലായി. കണ്ടോ എത്ര ആയാസപ്പെട്ടത് ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും അത്ര സിമ്പിൾ അല്ല കേട്ടോ ഇത് ചെയ്യാനായിട്ട്. സാധാ ഒരു പെഡൽ ബോട്ടിലിട്ട് പെഡൽ ചവിട്ടാൻ തന്നെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞങ്ങൾ ഈ നടന്നു പോകുന്ന വഴിയിലൂടെ തന്നെയാണ് കാറും ബൈക്കും സൈക്കിളൊക്കെ പോകുന്നതും ആളുകൾ നടക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും ആഹാരം കഴിക്കുന്നതും എല്ലാം. പക്ഷെ അതിൻ്റേതായൊരു തിക്കും തിരക്കും ഒന്നും കാണാനില്ല കേട്ടോ. എല്ലാ വണ്ടികളും സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലൊരു ഭിത്തി നിറയെ പൂക്കൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ബാൽക്കണിയിൽ വെക്കാൻ വെച്ച ചെടിയില്ലേ, ആ ചെടിയാണ് ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്പേസിൽ വട്ടത്തിൽ അത്ര ഇടം മാത്രം ആ ചെടിയില്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല. നമ്മുടെ ചെടിയും വളർന്ന് ഇതുപോലെ ഭിത്തി നിറയെ ആക്കണം. പിന്നെ എനിക്ക് ഒരുപാട് കൗതുകം തോന്നിയൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അവർ നിന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടോ. നമ്മുടെ പാലത്തിൻ്റെ കൈവരിയിൽ ഒരു ടേബിൾ പോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് റെസ്റ്റോറൻറ്റുകാർ. എന്നിട്ട് അവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. കാരണം ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിൻ്റെ അകത്തിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കരടിക്കുട്ടി പോലത്തെ പട്ടിക്കുട്ടീനെ കണ്ടോ. ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. വെനീസിലെ ഗ്രാൻഡ് കനാലിൻ്റെ കുറുകെയുള്ള പാലത്തിൻ്റെ ഒരു ഫീൽ അതേപോലെ തന്നെയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വെനീസിലെ ഒരു മിനിയേച്ചർ. അവിടെ നിന്ന് ഇത് 2 സൈഡും കണ്ടോ. നിറയെ റെസ്റ്റോറൻറ്റുകളും അവിടെയെല്ലാം നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വന്ന ഒരുപാട് പേരുണ്ട്. നിറയെ ലോക്കുകൾ. ഇതിവിടെ ഇങ്ങനെ പേഴ്സായിട്ടുള്ളവർ വന്ന് ഇതുപോലെ ലോക്ക് ഇടുന്നതാണ്. അവരുടെ പേരുണ്ട് അതിനകത്ത്. അത് കണ്ടോ. ഇത് 2020 ഫെബ്രുവരി 2 ഇട്ടിരിക്കുന്ന ലോക്കാണ്. ഇതിൻ്റെ അകത്ത് ചിലതിലൊക്കെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും പിരിയില്ല എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം.
ഇത് ഈ ഒരു പാലത്തിൽ മാത്രം കാണുന്ന കാഴ്ചയല്ല കേട്ടോ. ഇറ്റലിയിലുള്ള പല കനാലിൻ്റെയും നദിയുടെയും കുറുകെയുള്ള പാലങ്ങളിൽ ഇതേപോലെ ഒരുപാട് ലോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നവേലിയുടെ ഒരു വൈബ് അറിയണമെങ്കിൽ ഇതാ ഈ പാലത്തിന് മുകളിൽ നിന്ന് നോക്കണം. ഇതാണ് നവേലി. ഇനി നമുക്ക് പാലം കടന്ന് കനാലിൻ്റെ അപ്പുറ വശത്തോടെ നടക്കാം. അപ്പോൾ ഈ വശത്ത് ചെന്നാലും ഇവിടെയും നിറയെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ, ഈ നവേലിയിൽ എത്തുന്നവരിൽ ഭൂരിഭാഗം പേരും ഈ കനാലിൻ്റെ ഇരുവശങ്ങളിലും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വരുന്നവരിലാണ് ഭൂരിഭാഗം പേരും. ദാ ഇവരൊക്കെ ഇരിക്കുന്ന ആ ടേബിൾ കണ്ടോ, ശരിക്കും ആ കനാലിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് കപ്പിൾസിന് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. കാരണം ഒരു രാത്രി ആയി കഴിഞ്ഞാൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ നടത്താൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കനാലിൻ്റെ ഒരു എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത്രയല്ല കേട്ടോ ഈ കനാലുള്ളൂ, കിലോമീറ്ററുകളോളം ഉള്ള ഒരു കനാലാണിത്. നമ്മളതിൻ്റെ ഒരെൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മിലാൻ്റെ പല ഭാഗത്തൂടെയും ഈ കനാൽ ഒഴുകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ലംബ്രാത്തെ പാർക്കിൽ പോയപ്പോൾ അവിടെ ഒരു കനാൽ കണ്ടല്ലേ, അതെല്ലാം ഈ ഒരു കനാലിൻ്റെ കൈവഴിയായിട്ടൊക്കെ ഒഴുകുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു സംഗമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ വെച്ചിട്ടാണ് കനാൽ ദിശ മാറി ഒഴുകുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പോൾ ഒരു കനാലിൻ്റെ സൈഡിലൂടെയാണ് വന്നത്. ശരിക്കും ഇവിടെ സമാന്തരമായിട്ട് 2 കനാലുകളുണ്ട്. അപ്പോൾ ഒരിടത്തു നിന്ന് ഒഴുകി വന്ന് മറ്റൊരിടത്തേക്ക് പോകും, അതായത് സർക്കുലേറ്റ് ചെയ്യാണ്. എനിക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോൾ നടന്നു വന്ന പാലം, ഞങ്ങളിപ്പോൾ റോഡ് ക്രോസ് ചെയ്തു. അപ്പോൾ ആ നടന്നു വന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് വെള്ളം വന്ന് ഇതിലൂടെ ഈ പാലത്തിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് പോകും. അതായത് കനാൽ അപ്പുറയും ഇപ്പുറയും ഉണ്ട്, 2 കനാലുകളുണ്ട്. അത് രണ്ടും സമാന്തരമായിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനൊരു പ്രത്യേക ഒരു എന്താ പറയുക രീതിയിലാണ് ഈ കനാലിൻ്റെ ഡിസൈനൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ കനാലിൻ്റെ ഒഴുക്കും കാര്യങ്ങളല്ല കേട്ടോ. അതാ ഇതിൻ്റെ തീരത്തിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാനും ഇതൊക്കെ എൻജോയ് ചെയ്യാനാണ് ഇവിടെ വരുന്നതല്ലേ. നിങ്ങളിവിടുത്തെ സൂര്യൻ എവിടെയാണ് കണ്ടോ? അത് അവിടെ അസ്തമിച്ചിട്ടില്ല ഇതുവരെ, സമയം 8 മണി കഴിഞ്ഞു. ഇതിവിടുത്തെ ഒരു മെയിൻ റോഡാണ് കേട്ടോ. അതായത് ഈ ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഇതിലൂടെ ട്രാമും കാറും എല്ലാം പോകുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ പോകുന്ന വണ്ടികൾക്ക് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ടാവും. ഈ ട്രാമുകളൊക്കെ മോഡേൺ അല്ലെങ്കിൽ ന്യൂജൻ ട്രാമുകളാണ്. ഇവരുടെയൊക്കെ മുതുമുത്തച്ഛനൊക്കെ ഇപ്പോഴും ഇവിടുത്തെ റോഡുകളിലൂടെ ഓടുന്നുണ്ട് കേട്ടോ. ഇതിനു മുമ്പുള്ള നമ്മുടെ പല വ്ലോഗുകളും കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ഈ കനാലിൻ്റെ എൻഡ് കാണണ്ടേ? അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷേ ഇവിടെയും ഇതേ കണ്ടോ, ഇപ്പുറ വശത്തും നിറയെ ആളുകളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡയറ്റിലായതുകൊണ്ട് കൺട്രോൾ ചെയ്താണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇവരൊക്കെ ഈ ആഹാരം കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ അങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വീട്ടിൽ പോകുന്ന പരിപാടിയൊന്നുമില്ല. അവരൊക്കെ ആസ്വദിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലെല്ലാം ഹാപ്പി അവേഴ്സ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഡ്രിങ്ക്, അത് ആൽക്കഹോളിക് ആവാം അല്ലാത്തതാവാം, പ്ലസ് അൺലിമിറ്റഡ് ഫുഡ്, അങ്ങനത്തെ ഓഫറുകൾ ഉള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ് ഇതാ ഈ പരിസരത്തുണ്ട്. ഇവിടെ മാത്രമല്ല, ഇറ്റലിയുടെ പല ഭാഗത്തും അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പണ്ട് നമുക്കിങ്ങനെ റെസ്റ്റോറൻറ്റ് അകത്ത് പോയി ഇഷ്ടമുള്ള ഭക്ഷണം ആവശ്യത്തിനനുസരിച്ച് എടുക്കാമായിരുന്നു. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അകത്തേക്ക് ആരും കയറ്റുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർ നമ്മുടെ ടേബിളിൽ എത്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ വേറെയും 2 പേര് കയാക്കിങ് ചെയ്യുന്നു. നമ്മൾ ആദ്യം കണ്ട കൂട്ടരല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കനാലിൻ്റെ ഒരു എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടെ ആണ് കനാലിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം വീതിയും നീളവും ആഴമൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു പാലത്തോടു കൂടി ഈ കനാൽ എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.